ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൊച്ചി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ. ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും സഹിച്ചാണ് ദീപ്തി മേരി വർഗീസ് ഈ കടമ്പ കടന്നുപോയതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഒരു വനിതാ നേതാവ് KSU കാലഘട്ടം മുതൽ ഇത്രയും വർഷമായി പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും നിൽക്കുകയെന്ന് പറയുന്നത് ത്യാഗോജ്വലമായ പ്രവർത്തനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദീപ്തി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നിരയിൽ പ്രവർത്തിച്ചതാണ്. എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ഇഷ്ടം തോന്നുന്ന, വൈകാരിക അടുപ്പം തോന്നുന്ന വനിതാ നേതാക്കൾ പാർട്ടിക്കകത്തുണ്ട്. ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, ദീപ്തി ഇവരൊക്കെ തന്നെ പോരാളികളാണ്. അവരോടൊക്കെ ഗ്രൂപ്പുകൾക്കതീതമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വികാരമുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങളിൽ കാലാകാലങ്ങളായി പാർട്ടിക്കൊപ്പം നിന്ന് പാർട്ടിയിലെ എല്ലാ പ്രയാസങ്ങളിലും സമരങ്ങളിലും ലാത്തിചാർജിൽ നിന്നുമെല്ലാം വരുന്നവർക്ക് പാർലമെന്ററി രംഗത്തേക്ക് വരുമ്പോൾ പരിഗണന നൽകണമെന്ന തീരുമാനമുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ KPCC ജനറൽ സെക്രട്ടറിയായിരുന്ന അതിദീർഘകാലമായി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വനിതാ വ്യക്തിത്വം എന്ന നിലയിൽ പൊതുസമൂഹത്തിന്റെ താൽപര്യം ദീപ്തിയായിരുന്നു. അവർ പരിഗണിക്കപ്പെടുമെന്നായിരുന്നു ഞാൻ കരുതിയത്. ഞാനും പലവട്ടം സമാനമായ അനുഭവത്തിലൂടെ കടന്നുപോയയാളാണ്, മാത്യു കുഴൽനാടൻ പറഞ്ഞു. പാർട്ടി നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എല്ലാ കാര്യങ്ങളിലും ഭൂരിപക്ഷം നോക്കി ആയിരുന്നല്ല കോൺഗ്രസ് തീരുമാനം എടുത്തിരുന്നത്. പ്രതിപക്ഷ നേതാവിന് ചുമതലയുള്ള സ്ഥലമാണ് കൊച്ചി. ഒരിടത്ത് ഒരു നീതി, മറ്റൊരിടത്ത് വേറൊരു നീതി എന്നത് പറ്റില്ല. ജനാധിപത്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നേതൃത്വമാണ്. പാർട്ടിയെ ആർക്കും പോക്കറ്റിൽ ഇട്ട് കൊണ്ടുപോകാനാകില്ല. പ്രതിപക്ഷ നേതാവിന്റെ മേൽനോട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്, മാത്യു കുഴൽനാടൻ പറഞ്ഞു. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ നടക്കുന്ന വർഗീയാക്രമണങ്ങൾക്കെതിരെയും മാത്യു പ്രതികരിച്ചു. ഈ സമയത്ത് കേക്കുമായി അരമനയിലേക്കും മഠത്തിലേക്കും വരുന്ന RSSകാരെയും സംഘപരിവാറുകാരെയും മാറ്റിപ്പായിക്കാൻ തയ്യാറാകണമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. രാജ്യത്തെമ്പാടുമുള്ള ക്രൈസ്തവരെയും ക്രിസ്മസ് ആഘോഷങ്ങളെയും ഒരു കരുണയുമില്ലാതെ വേട്ടയാടുന്നത് കേന്ദ്ര സർക്കാരും പ്രത്യയശാസ്ത്രവുമാണ്. ഇത് മനസ്സിൽ വെച്ചാണ് അവർ അരമന കയറി ഇറങ്ങുന്നത് എന്ന് തിരിച്ചറിയണമെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.